ഹലോ ഡിയേഴ്സ്, ഹെയർ ആൻഡ് ഫാഷൻ കോർണറിലേക്ക് ഏറിയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ തമ്പനയിൽ കാണുന്നത് പോലെ ഒരു ഷർട്ടിന് ബട്ടൺ വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഷർട്ടിനാണെങ്കിലും കോട്ടനാണെങ്കിലും ബട്ടൺ വെക്കുമ്പോൾ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ വെക്കുന്ന ഒരു പോർഷൻ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമായ ഒരു പോർഷനിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മാർക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബട്ടൻ്റെ വലുപ്പം എത്രയാണ് എന്ന് ആദ്യം അറിയണം. അപ്പോൾ ഓരോ ബട്ടണും പല പല വ്യത്യസ്തമായ അളവിലായിരിക്കുമല്ലോ നമുക്ക് ബട്ടൺ കിട്ടുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് റൗണ്ടുള്ള ബട്ടനാണോ, 1 ഇഞ്ച് റൗണ്ടുള്ള ബട്ടനാണോ, 1/4 ഇഞ്ച് റൗണ്ടുള്ള ബട്ടനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തത് നമുക്ക് ഏത് സൈഡിൽ നിന്നാണോ ഓപ്പണിംഗ് വരുന്നത് ആ ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കിയായിരിക്കും എപ്പോഴും ബട്ടൺ വെക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെന്നും താഴെന്നും നമുക്ക് എത്ര ഗ്യാപ്പിലാണ് ബട്ടൺ വരേണ്ടത് എന്നെല്ലാം നോക്കിയിട്ട് കറക്റ്റ് ഒരു പോയിൻ്റ് കിട്ടണമല്ലോ. അപ്പോൾ അവിടെ നമ്മളൊന്ന് ക്രോസ് ചെയ്ത് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബട്ടൻ്റെ വലിപ്പം നോക്കിയിട്ട് നമ്മൾ 1/4 ഇഞ്ചാണോ 1/2 ഇഞ്ചാണോ മൊത്തത്തിൽ ബട്ടൺ വെക്കുന്ന അവിടുത്തെ ഗ്യാപ്പ് വേണ്ടേ എന്നൊന്നും കൂടി കണക്കാക്കണം. ശേഷം അവിടെ ഒന്ന് നമ്മൾ പ്രഷർ ഫുട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്ത് ആദ്യം ഞാൻ ഇപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ നോബിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ സ്റ്റിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള സ്റ്റിച്ചാണ് ഇട്ട് പോരുന്നത്. സ്റ്റിച്ചിൻ്റെ വലിപ്പം ഒരു 0.5 ഇഞ്ചിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 0.5 ഇഞ്ചല്ല, 0.5. ഓക്കെ, ഇനി ഇതിന് ഞാൻ സെൻറ്ററിലേക്ക് ഒന്ന് തിരിച്ചിടാണ്. റൈറ്റ് സൈഡിൽ സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സെൻറ്ററിൽ സ്റ്റിച്ച് വരുന്നതാണ്. അതായത് ഏറ്റവും ലാസ്റ്റും ഏറ്റവും ഫ്രണ്ടും വരുന്ന സ്റ്റിച്ചാണ്. അപ്പോൾ അത് 2 3 സ്റ്റിച്ച് മാത്രമേ അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് കൊടുത്തു. ഇനി ഞാൻ നോബ് ഒന്നും കൂടിയും തിരിച്ച് മൂന്നാമത്തെ ആ ഒരു ഡാർക്ക് റെഡായിട്ട് കിടക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ അവിടേക്ക് വരാണ്. അവിടെ വന്നു കഴിയുമ്പോൾ സ്റ്റിച്ച് ബാക്കിലോട്ടാണ് നമുക്ക് പോകുന്നത്. നമ്മൾ പ്രഷർ ഫുട്ട് അനക്കുന്നില്ല. ആ ഇരുന്ന പൊസിഷനിൽ തന്നെ ആ നീഡിലുണ്ടല്ലോ, സൂചി ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കുത്തി സ്റ്റിച്ചിങ് ആയി പോകും കേട്ടോ. ഇത് ബാക്ക് സൈഡിലേക്കാണ് സ്റ്റിച്ച് പോകുന്നത്. ആ സ്റ്റിച്ച് അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും അവിടെ ബട്ടൺ ഹോള് ഫോമാവും. ബട്ടൺ ഹോളിൻ്റെ ആ ഒരു രൂപം നമുക്കവിടെ കിട്ടും. ഇനി ലാസ്റ്റ് ഒന്നും കൂടി നമ്മളൊന്ന് നോബ് സെറ്റാക്കി കൊടുക്കണം. അവിടെ ആ നോബ് ചേഞ്ച് ആക്കുമ്പോഴാണ് ആ സൂചി ഇവിടെ എന്നൊന്ന് മാറുന്ന ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെ ചെന്നിട്ടും ആ സെൻറ്ററിലൊന്ന് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്ത പ്രോസസ്സിങ് നമ്മൾ ഒരു 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നു, അവിടെ ഒന്നും കൂടി ഒന്ന് നോബ് ചേഞ്ചാക്കി, പിന്നെയും ഒന്നും കൂടി ഒന്ന് നോബ് ചേഞ്ചാക്കി, ഇനി ബാക്കിലോട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് ചെന്ന് കഴിയുമ്പോഴത്തേനും ഒന്നും കൂടി നോബ് ചേഞ്ചാക്കി അവിടെ ഒരു ലാസ്റ്റുള്ള കെട്ടും കൂടി കൊടുക്കും. അതാണ് ഇപ്പോൾ അവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ 4 8 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പ്രഷർ ഫുട്ട് മാറ്റിയിട്ടില്ല, റെഗുലേറ്ററിൽ മാത്രമാണ് ആ ഒരു മാറ്റം നമ്മൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് സംഭവം കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ആ ബട്ടൺ കടന്നു പോകാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ബട്ടൻ്റെ അളവ് കണക്കാക്കി അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ്. 1/4 ഇഞ്ച് വട്ടമുള്ള ഒരു ബട്ടനാണ് ഞാൻ ഇതിന് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ ബട്ടൻ്റെ വട്ടം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. ശേഷമാണ് കേട്ടോ ഇതിങ്ങനെ തയ്ച്ചെടുത്തത്. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത പോർഷനെ ഒന്ന് കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യണേ. കട്ടിങ് മാറിപ്പോകാൻ പാടില്ല. നമ്മൾ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ് എടുത്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കട്ടിങ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പണിയാവും കേട്ടോ. ശേഷം ഞാൻ ആ ബട്ടൺ ഒന്ന് കടത്തി നോക്കുകയാണ് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കടന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കയ്യിലും ഇതുപോലെ ടേബിൾ ടോപ്പ് എംബ്രോയ്ഡറിഡ് മെഷീനൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കേണ്ട കാര്യമല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ ബട്ടൺ വെച്ച് കൊടുക്കണം അല്ലേ. ബട്ടൺ ഹോൾ വെച്ചേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള പീസിൽ നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ പീസിലും ഈ ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ. ആ ലൈനിൽ ഇനി ഈ ബട്ടൺ ഹോൾ എവിടെയാണോ വരുന്നത് അതിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ചെയ്തു പോയിരിക്കുന്നത് എന്നുള്ളത്. ആ ലൈൻ, അതായത് ബട്ടണും ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ബട്ടൺ ഹോളും ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടൺ നമ്മളൊന്ന് സൂചി നൂലും വെച്ച് കൈ കൊണ്ടൊന്ന് തുന്നിയെടുത്ത് അതൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ ഇതൊരു കോട്ടാണ്, അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഒരു 7 ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു കോട്ടാണ്. അപ്പോൾ അത്രയും ബട്ടൺസും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, ബട്ടൺ ഹോളും ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ മടിയായിട്ട് ബട്ടൺ വയ്ക്കാൻ മടിയായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ മടിയൊക്കെ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണിത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഈ കോട്ടും ഷർട്ടെല്ലാം തയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ അയ്യോ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് മാറ്റി വെച്ചിരുന്നൊരു സംഭവമായിരുന്നു. ഇപ്പം ഞാൻ കിട്ടുന്നതെല്ലാം എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് എനിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു രസം തോന്നും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ബട്ടൺ ഹോൾ ചെയ്തെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ. അപ്പോൾ കമൻറ്റ് ചെയ്യാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത്.